പെണ്ണാച്ചി ഫ്രാൻസിസ് നൊറോണ. വാടാ, അറുക്കുന്നത് കാണിച്ചു തരാം. കടവിലിട്ട് മേസ്തരി എന്നെ അടങ്ങലം പിടിക്കുന്നത് കണ്ട് ലെവിസ് കയറി ഉടക്കി. ചെക്കനെ വിടടാ. കൊലിശ്ശേരിക്ക് ചാന്ത് പൊത്തണ നീ ഏത് മാടിനെ അറുത്തിട്ടുള്ളേ? മേസ്തരിയുടെ പിടിയിൽ നിന്ന് കുതറി വെള്ളത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ എൻ്റെ താടിയെല്ലിൻ്റെ അറ്റത്തെ ഞരമ്പിലേക്കൊരു തണുപ്പ് തുളഞ്ഞു. ആഞ്ഞു വെട്ടിയാ പോരാ, കൊരവള്ളിയോടൊപ്പം മുറിഞ്ഞില്ലേ പണി പാളും. വെള്ളത്തിനടിയിൽ വെച്ചും ചെവിക്കുള്ളിൽ അവൻ്റെ സ്വരം മരമണി പോലെ വിറച്ചു. മുങ്ങി നിവഴുമ്പോഴെൻ്റെ നോട്ടം വീണ്ടും പള്ളിമുറ്റത്തേക്ക് പാളി. ജോവാക്കിമദറിൻ്റെ മരണത്തിരുനാളിന് കൊല്ലാൻ കൊണ്ടുവന്ന പശുവിൻ്റെ വളഞ്ഞ കൊമ്പിൽ നിന്നൂർന്ന് ഉയിര് പെടയണ തടിച്ച ഞരമ്പിൽ എൻ്റെ കണ്ണ് ഉടക്കി നിന്നു. പോച്ച തിന്നുകൊണ്ടിരുന്നവയുടെ കൂട്ടത്തിൽ കാവിമേ കറുപ്പ് പുള്ളികളുള്ളതിൻ്റെ കഴുത്തിൽ നിന്ന് കറവ വറ്റി കൊലക്കത്തിക്ക് അഴിച്ചു കൊടുത്തപ്പോൾ വീട്ടുകാർ ഊരിമാറ്റാൻ മറന്ന ഓട്ടുമണി അപ്പോഴും നിർത്താതെ നെല്ലോളിച്ചു. തുരുത്തിലേക്ക് വെട്ടാൻ കൊണ്ടുവരുന്ന കന്നുകളെ ആദ്യം കെട്ടിയിടുന്നത് പള്ളിമുറ്റത്താണ്. നിറച്ചും പുല്ല് കിളിർത്തു നിൽക്കുന്ന മുറ്റത്തവ തിരുവത്താഴത്തിലെന്ന പോലെ ഇളം പോച്ചയും ഇരുമ്പ് ബക്കറ്റിൽ കലക്കി വെച്ച പിണ്ണാക്ക് വെള്ളവും മൂന്തി ചാവുവിളി അറിയാതെ സമാധാനപ്പെട്ട് മേഞ്ഞോളും. ഇരുട്ട് വീഴുന്നതിന് പിന്നാലെ ജോവാക്കിയമ്മയെ കബറടക്കിയിരിക്കുന്ന സാന്തോം പുണ്യാളൻ്റെ കപ്പേളയ്ക്ക് തെക്കുവശത്തെ ചിറയിലൂടെ മേയ്ച്ചോണ്ട് പോകുമ്പോഴേക്കും സന്ധ്യാമണി അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നേരം വെളുക്കുമ്പോൾ പെസഹായപ്പം ചുട്ടുവച്ചിരിക്കുന്നത് പോലെ അവറ്റകളുടെ ചാണക തിരിശേഷിപ്പ് മാത്രം ചവിട്ടിമെതിക്കപ്പെട്ട പുല്ലിനു മീതെ അടയാളപ്പെട്ട് കിടക്കും. കയ്യിൽ മട്ടവും പിടിച്ച് സാന്തോം പുണ്യാളൻ രാത്രി സഞ്ചാരത്തിനിറങ്ങുമ്പോൾ വിശ്രമിക്കുന്ന ചെമ്മീൻകെട്ടിലെ തടിപ്പാലത്തിൽ കയറി നിന്നാൽ കാറ്റിലുലഞ്ഞ ഞാങ്ങണ പോലെ തുരുത്തിലെ ഇറച്ചിക്കട കാണാം. ഇറച്ചി വെട്ടി നുറുക്കാനുള്ള പുളിമരത്തടികൾ, ഇടയ്ക്കിടെ അറവുകത്തികൾ തേച്ചു മിനുക്കുന്ന കരിങ്കൽ ചീള്, ചക്കരക്കയറിൻ്റെ അറ്റത്തെ ഇരുമ്പ് കൊളുത്തുകളിൽ തൂക്കിയിടുന്ന ഇടം വലം ഭാഗിച്ചെടുത്ത കൊറകും കൈത്തണ്ടും, കടയുടെ മുന്നിലുരിഞ്ഞു വെച്ചിരിക്കുന്ന മൃഗത്തോൽ, പൊളിച്ചെടുത്ത വെളുത്ത തലയോടിനു മീതെ വളഞ്ഞു നിൽക്കുന്ന കറുത്ത കൊമ്പ്, കട്ടിരോമം നിറഞ്ഞ വാലിൻ തുഞ്ച്. വെട്ടുകാരൻ ജോർജ് തരാമെന്നേറ്റ പണിക്കാശിനേക്കാൾ ചങ്കിക്കേറുന്ന കാഴ്ച എന്നും കാണാനാണ് ഞാനവിടെ കയ്യാളായി നിൽക്കാനുറച്ചത്. പള്ളിക്കടവിൽ വെച്ച് ലെവിസിനോട് അടക്കത്തിലാണ് പറഞ്ഞതെങ്കിലും കേട്ടപാടെ കിളവൻ കടവിൽ കുളിച്ചോണ്ട് നിന്നവരോടെല്ലാം തൊള്ള കീറി. ദേടാ, നമ്മുടെ ചക്കര അറുപ്പാൻ്റെ അടുത്ത് പോണ്, എരുമേനെ അറുക്കണത് പഠിക്കാൻ. കൂച്ചുകയറ് കൂട്ടിക്കെട്ടി കൊരവള്ളി അറുക്കാനുള്ള ചങ്കിവനുണ്ടോ? ഇപ്പം കൂടത്തിനടിച്ചല്ലേ പരിപാടി. തലയ്ക്ക് കീറണേന് മുന്നേ കാടിവെള്ളത്തിൽ മരുന്ന് കലക്കി കൊടുക്കും, ചോരയുറച്ചു തൂക്കം മുന്താൻ. കൊല്ലും കൊലയും വിവരിച്ചോണ്ട് കടവിൽ സോപ്പ് പതപ്പിക്കുന്നവന്മാരൊക്കെ ഓരോന്ന് ഊഹിച്ചാണ് കാച്ചുന്നത്. പക്ഷേ വർത്താനം കേട്ടാ തോന്നും ഇവനൊക്കെ ഉറക്കോളച്ച് 3:30 വെളുപ്പിന് കന്നിനെ കണ്ടിക്കണ ചിറെ പായും വിരിച്ച് കിടപ്പാന്ന്. നേരി കണ്ടിട്ടുണ്ടോ മാത്രം വാ തുറന്നാ മതി. പെടലി വെട്ടിച്ചുള്ള എൻ്റെ പെണങ്ങലിൽ കടവിൽ ചിരി മൂക്കുമ്പോൾ തല തോർത്തിക്കൊണ്ട് പടവ് കയറിയ ലെവിസ് പിറുപിറുത്തു. ഉറക്കം നിന്ന് ഇതൊക്കെ പോയി കാണാൻ നിനക്കല്ലാണ്ട് ആർക്കാ ഇത്ര കഴപ്പ്? വിറഞ്ഞെങ്കിലും ഞാനൊന്നും മിണ്ടാതെ കുമ്പിട്ട് ഇഞ്ച തേച്ചോണ്ടിരുന്നു. മുങ്ങാങ്കുഴിയിട്ട് പൊന്തിവന്ന മേസ്തരി ലെവിസ് പോകുന്നത് നോക്കി വെള്ളത്തിനു മീതെ ഇത്തിരി നേരം മലർന്ന് നീന്തിയിട്ട് എന്നെ കൽക്കെട്ടിലേക്ക് വീണ്ടും കണ്ണാട്ടി കൊതിപ്പിച്ചു. വാടാ കുട്ടാ, എരുമേനെ അറുക്കാൻ മേസ്തരി പഠിപ്പിക്കാം. കൈതട്ടി മാറ്റി പൂപ്പരത്തി നിറഞ്ഞ തിട്ടയിലൂടെ നനഞ്ഞൊലിച്ചു പായുമ്പോൾ ചേറിൽ പുതച്ചു കിടന്ന എരുമകളിലൊന്ന് എന്നെ തുറച്ചു നോക്കി. ഇത്ര തടിച്ച എരുമകളെ മെലിഞ്ഞ ജോർജ് എങ്ങനെയാ വെട്ടുക? കണ്ണും വെട്ടവുമില്ലാത്ത നേരം നോക്കി തനിച്ചാണ് അയാൾ കീറണത്. കഴുത്തു വേർപെടുത്തിയതിൻ്റെ തോലുരീക, കൊറക് ചക്കരക്കയറിൽ കെട്ടിത്തൂക്കുമ്പോൾ താഴേന്ന് താങ്ങിക്കൊടുക്കുക, കുമ്മായം കലക്കിയ വെള്ളത്തിൽ മുക്കിക്കൊടുക്കുന്ന കൊടല് പുഴവെള്ളത്തിൽ ഊരി വെളുപ്പിക്കുക തുടങ്ങിയ ചില്ലറപ്പണികളല്ലാതെ കൂടെ നിൽക്കുന്നവനൊന്നും മാടിനെ കൊല്ലാനൊരവസരം അയാൾ ഇതുവരെ കൊടുത്തിട്ടില്ലെന്നാണ് അപ്പനും പറയുന്നത്. വീഴുന്നതിന് മുന്നേ കുറച്ചുനാൾ അപ്പൻ അറുപ്പാൻ്റെ കൈസഹായിയായിരുന്നു.
എല്ലാ ഞായറാഴ്ചയും അപ്പന് കപ്പയും കടുകരച്ച് ചോർക്ക ചേർത്ത് വറ്റിച്ച ഇറച്ചി വിന്താലുവും നിർബന്ധം. അതും ഇമ്മിണി കൊഴുപ്പ് വരേണ്ടത്. എനിക്കാണെ ചപ്പിയൂമ്പി രസിച്ച് തിന്നാൻ ഇത്തിരി എല്ലുള്ളതും. വാങ്ങാൻ ചെല്ലുമ്പോൾ തിരക്ക് കൂട്ടാതെ കടയുടെ മൂലയിലോട്ട് നീങ്ങി നിന്ന് ഞാൻ നിറവോടെ നോക്കും വാരിപ്പറ്റിനടിയിൽ നിന്ന് ഇറച്ചി ചീകിയെടുക്കുന്നത്. കൈത്തണ്ടേന്ന് മാംസം അടർത്തുമ്പോൾ കത്തിയുടെ മൂർച്ചയില്ലാത്ത വശം കൊണ്ട് തുടയെല്ലിന്മേൽ കൊട്ടുന്നത്. ചവളം കൊണ്ട് പിളർന്ന കുരിശുരൂപത്തിൻ്റെ ചങ്കുപോലെ കരൾ പകുത്തു കൊടുക്കുമ്പോൾ ചോരയൊഴുകി തുളുമ്പുന്നത്. വേർത്തൊലിച്ച് ജോർജ് ഓരോന്ന് ചെയ്യുന്നതിനിടയിൽ നാട്ടുകാരുടെ ലുത്തിനിയ ഉയരും. അറുപ്പാനെ 1 കിലോ കീമ. ജോർജെ ഇമ്മിണി കൂടി നെയ്യിട്ടു. ചേട്ടായി 1.5 കിലോ എല്ലില്ലാത്തത്. ജോറൂട്ടി എന്ത് പണ്ടാരാടാ നീ വെട്ടി നുറുക്കണേ? കൊടല് തീർന്നോടാ ചെക്ക. എനിക്ക് നെഞ്ചിറച്ചി മതിയിട്ടാ. എല്ലാത്തിനും ആമേൻ പറഞ്ഞോണ്ട് ജോർജ് അയാൾക്ക് തോന്നിയ പോലെ വെട്ടു. നുറുക്കി കാട്ടുചേമ്പിലയിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് മറുത്തൊന്നും പറയാതെ വാങ്ങിക്കോണം. എന്തേലും പറഞ്ഞു പോയാൽ ചേമ്പില പൊതിഞ്ഞെടുത്ത ഇറച്ചി പലകത്തട്ടയിലോട്ട് വലിച്ചെറിഞ്ഞേച്ച് എരുമച്ചാണാൻ പോലെ അവിഞ്ഞ തെറി ഇളകും. ജോർജിൻ്റെ കടയിൽ ഇറച്ചി തീർന്നാൽ ചങ്ങാടത്തിൽ അക്കരെ ഇറങ്ങി 8 മൈലോളം മെമ്പിരി റോഡിലൂടെ നടന്നാലേ ഇറച്ചി കിട്ടൂ. അതും വരിയുടച്ച നൈനാപുരം കാളയുടെ വിറകുകൊള്ളി പോലിരിക്കുന്നത്. അറുത്തും വിറ്റും മറുത്തു പറഞ്ഞവനെയൊക്കെ തെറി വിളിച്ചും ജോർജ് കൊഴുത്തു. രാത്രി പോത്തിൻ്റെയും പശുവിൻ്റെയും കൊരവള്ളി കണ്ടിക്കുന്നതിൻ്റെ പേരിൽ അയാൾക്കൊരു പേരും വീണു, അറുപ്പാൻ ജോർജ്. കരിക്കലു നേരത്തു ഞാൻ അറുപ്പാന് മുന്നിൽ താണു നിന്നു കൊടുത്തു. നിനക്കെന്നാത്തിൻ്റെ കെടുതിയാ? പശുവിനെയും പോത്തിനെയും തൊലിക്കാൻ നിന്നാ നീ വാടിപ്പോവില്ലേടാ ചക്കരെ? മടക്കു വീണ എൻ്റെ വയറ്റിലെ കൊഴുപ്പ് അറുപ്പാൻ ഞെക്കിയുടച്ചുകൊണ്ടിരുന്നു. അയാളുടെ കെട്ടറങ്ങുന്നതുവരെ കൽക്കെട്ടിലെ ഇരുട്ടിൽ കുമ്പിട്ട് നിന്ന് നടുകഴച്ചു. നിനക്ക് പശുവിൻ്റെ ചൂര. പിന്നിൽ നിന്ന് അയാളുടെ മുക്ര. അണപ്പ് തീർന്നപ്പോൾ ജോർജിൻ്റെ സ്നേഹം തുള്ളിത്തുളമ്പി. കടവിൽ വെച്ചിരുന്ന ഓലക്കൊട്ട തുറന്ന് അയാളെൻ്റെ വായിലേക്കൊരു അവലോസുണ്ട വെച്ച് നിന്നു. പണിക്ക് നിർത്തിയ സന്ധ്യയ്ക്കെൻ്റെ അടുത്ത് വരാണ്ടിരിക്കുമോടാ ചക്കരെ? ഞാൻ ഒന്നുകൂടി അയാളോട് ചേർന്നു നിന്നു, ചേട്ടനു മടുക്കുന്നവരെ. ജോർജിനത് ബോധിച്ചു. കടവിലെ വെള്ളത്തിലിറങ്ങി കുന്തിച്ചിരുന്ന് വെടിപ്പാക്കിയിട്ട് അയാൾ എഴുന്നേറ്റു ഇറച്ചിക്കടയിലേക്ക് നടന്നു. ഇരുമ്പ് ചങ്ങലയിട്ട് പൂട്ടിയ പെട്ടി തുറന്ന് കത്തികൾ എൻ്റെ സ്കൂൾ ബാഗിൽ വെച്ചു. നീ ഇത് കൊല്ലൻ്റെ അടുത്ത് കൊടുത്ത് മൂർച്ച വെപ്പിച്ചിട്ട് വെളുപ്പിനെ 3 മണിയാകുമ്പോൾ ഇങ്ങോട്ട് പോര്. ഉലയിൽ അറവ് കത്തികൾ വേവുന്നതും അടിച്ചുപരത്തി രാഗി മൂർച്ചയാക്കുന്നതും വെള്ളത്തിൽ മുക്കുമ്പോൾ ഷൂന്ന് നീരാവി പൊങ്ങണതും നോക്കി ഞാനിരുന്നു. എടാ, നീ ഇപ്പം അറുപ്പാൻ്റെ ആളായോ? എന്നോട് പറഞ്ഞിരുന്നേ നിന്നെ ഞാനിവിടെ നിർത്തൂലേ മുത്തേ. കാരി ചേറിൽ പുളയണ പോലെ കൊല്ലൻ ശരവണൻ്റെ കറുമ്പൻ കയ്യിലെ തടിച്ച വിരലുകൾ മേപ്പോട്ട് കയറി. തഴുമ്പ് പിടുത്തത്തിൽ നിന്നൂർന്ന് ബാഗുമെടുത്തോടുമ്പോൾ കപ്പേള കുർബാനയ്ക്ക് സഞ്ചിപ്പിരിവിൽ വീഴുന്ന ചില്ലറ പോലെ ബാഗിനുള്ളിൽ നിന്ന് അറുപ്പാൻ്റെ കത്തികളുടെ സ്തുതിപ്പ്. വിയർത്തൊലിച്ച് വീട്ടുമുറ്റത്തെത്തുമ്പോൾ എൻ്റെ പിടലിഞ്ഞരമ്പിലേക്ക് എന്തോയൊന്ന് പിന്നെയും ഇരച്ചു. ബാഗൂരി താഴെ വെച്ച് കത്തികൾ പുറത്തേക്കെടുക്കുമ്പോൾ നിലാവട്ടം കത്തികളുടെ മൂർച്ചകളെ വെഞ്ചരിച്ചു. 2 അരികും രാഗി മിനുക്കിയത്, അകത്തേക്ക് വളഞ്ഞ് അറ്റം കൂർത്തത്, ഇത്തിരി നീളം കുറുകി കൊമ്പിൻ്റെ പിടിയുള്ളത്. ഇതിലേതാണ് പശുവിൻ്റെ കൊരവള്ളി മുറിച്ചു പായണത്? വീടിൻ്റെ അതിരിലെ പപ്പയങ്ങയോട് ചേർന്ന് നിന്ന് ഞാനൊരു ഉദ്ദേശം തലപ്പൊക്കം വരഞ്ഞു. പിന്നെ ഇരുമൂർച്ച കത്തിയെടുത്ത് ഒറ്റ കേറ്റ്. കിരുകിരാന്ന് ഒരൊച്ചയോടെ പപ്പങ്ങയിൽ നിന്ന് കൊഴുത്ത വെള്ളം കത്തിപ്പിടിയിലേക്ക്. എൻ്റെ മനസ്സിൽ പള്ളിപ്പെരുന്നാളിൻ്റെ കൊടികേറി. നീളം കൂടിയതെടുത്ത് വായുവിലൊന്ന് ചുഴറ്റി ആഞ്ഞു വെട്ടി. അടപടല വീഴുന്ന സ്വരം കേട്ട് അമ്മ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും ഞാൻ ഇരുട്ടിലേക്ക് നീങ്ങി നിന്നിരുന്നു. ഇത്തിരി നേരം ഇരുളിലേക്ക് തുറിച്ചു നോക്കിയിട്ട് അമ്മ അടുക്കളയിലേക്ക് തിരിച്ചു കയറുമ്പോഴേക്കും ഞാൻ ഓടി മുറിയിൽ കയറി കട്ടിലിനടിയിലേക്ക് ബാഗ് തള്ളി. എൻ്റെ പരാക്രമം കണ്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് ഇറയത്ത് കിടന്നിരുന്ന അപ്പൻ്റെ ശ്വാസഗതി ഉയർന്നു. അപ്പൻ്റെ നരച്ച താടിരോമത്തിൽ പറ്റിപ്പിടിച്ചു കിടന്ന മുരിഞ്ഞ അരിമുറുക്കിൻ്റെ തരികൾ പെറുക്കിക്കളഞ്ഞിട്ട് ഞാൻ കട്ടിക്കണ്ണട വീണ്ടും മുഖത്ത് വെച്ചു കൊടുത്തു.
പിഞ്ഞാണത്തിൽ കഞ്ഞിയും പീരീസിൽ ഉള്ളിമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച ഉണക്കച്ചെമ്മീനും വിളമ്പുമ്പോൾ അമ്മയ്ക്ക് വെറുത്തു. വീട് നോക്കുമെന്ന് കരുതിയവനെ ജലപിശാച് കൊണ്ടുപോയി. ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കാണ്ട് നിനക്ക് കുരിശു വരയ്ക്കും മുന്നേ എത്തിക്കൂടെ? ഞാനൊന്നും മിണ്ടാതെ കഞ്ഞി കുടിച്ച് കട്ടിലിലേക്ക് മറന്നു. ഇറയത്ത വെട്ടം അണയുമ്പോഴേക്കും ഉള്ളീന്നൊരു പെടപ്പ്. ഇരുട്ടിൽ മെല്ലെ എഴുന്നേറ്റു. കട്ടിനടിയിൽ നിന്നു ബാഗ് എടുക്കുമ്പോൾ മുഖത്ത് വെട്ടം. നീ എന്താടാ ഇരുട്ടത്ത്? ഇരട്ട വഴി എഴുതാൻ മറന്നമ്മേ. വാതിലടച്ചു കുറ്റിയിട്ട് അമ്മ ഇറയത്തേക്ക് പോകുമ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കി ഇത്തിരി നേരം നിന്നു. ഞെരിച്ചു നിർത്തിയിട്ടും കരച്ചിലെൻ്റെ ചങ്കീന്ന് പറഞ്ഞു. കത്തികൾ ബാഗീന്നെടുത്ത് അരി വാങ്ങുന്ന സഞ്ചിക്കുള്ളിലാക്കി ജനാല വഴി പുറത്തേക്ക് തൂക്കിയിടുമ്പോൾ പലക വിടവീന്ന് ഒരു പരുതാഴെ ഇഴഞ്ഞു. ഞാൻ എഴുന്നേറ്റു വാതിലൊന്ന് തള്ളി നോക്കി. അമ്മ പതിവ് പോലെ അത് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുന്നു. ചുമയ്ക്കുന്നതിനൊപ്പം അപ്പൻ്റെ എൻ്റെ പുണ്യാളച്ച എന്ന തേറ്റം കേൾക്കാം. ഇടയ്ക്കെപ്പോഴോ മയങ്ങി. ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ 10ാം ക്ലാസ്സിലെത്തിയതിന് അപ്പൻ എനിക്ക് തന്ന പഴയ HMD വാച്ചിലെ എറഡിയത്തിൽ മണി 1:30. കട്ടിലിൽ എഴുന്നേറ്റു നിന്നു ജനലിലൂടെ ഇരുട്ടിലേക്ക് തള്ളിപ്പിടിച്ചു മുള്ളിയിട്ട് ഉറങ്ങാതിരിക്കാൻ വട്ടയിലെടുത്ത് വെച്ചിരുന്ന തണുത്ത വെള്ളത്തിൽ ഞാൻ കാലിറക്കി വെച്ചു. 2:30 മണിയായപ്പോൾ ജനലിന് കുറുകെ ഇളക്കി വെച്ച പട്ടികയെടുത്ത് മാറ്റി മുറ്റത്തേക്ക് ചാടി. ചിറയിലെ ഇറച്ചിക്കടയോടടുക്കും തോറും എനിക്കൊരു വിറയൽ. ഇടയ്ക്ക് തെളിഞ്ഞ നിലാവട്ടത്ത് പിറവി തിരുനാൾ കഴിഞ്ഞ് പള്ളിമേടയിൽ ഉപേക്ഷിച്ച പുൽക്കൂട് പോലെ ഇറച്ചിക്കട. ഇരുമ്പ് കൊളുത്തുകൾ കാറ്റിലാടുന്ന സ്വരം. കാറ്റിന് പോത്തിറച്ചി കൊഴുപ്പിൻ്റെ ചൂര്. മാംസം നുറുക്കുന്ന പലകത്തട്ടിൽ കത്തികളെടുത്ത് വെച്ചിട്ട് ഞാൻ എല്ലുവെട്ടി നുറുക്കുന്ന പുളിമരത്തടിയിൽ കയറിയിരുന്നു. ഇവിടെ ഇട്ടാണോ കൊല്ലുന്നത്? ഇനി കൊന്നിട്ട് വെള്ളത്തിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയാണോ? ഉറപ്പില്ലാത്തതിനാൽ ഞാൻ പെടപ്പെടെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. മരണത്തിരുനാളിൽ പാതിരിമാർ ഉടുക്കുന്ന ഇരുണ്ട കാപ്പ പോലെ ആകാശം. ചിറയിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റിലെൻ്റെ കണ്ണുമാടി. രാത്രിയുടെ ഞൊരപ്പുവെട്ടത്തിൽ ദൂരെ ചിറയിലെ വെള്ളത്തിനു മീതെ ഒരിളക്കം. കൂർപ്പിച്ചു നോക്കുമ്പോൾ ഇരുട്ടിലെ രൂപങ്ങൾ മെല്ലെ തെളിയാൻ തുടങ്ങി. മുന്നേ നീന്തുന്ന എരുമയുടെ പുറത്തേറി അറുപ്പാൻ ജോർജ്. പിന്നാലെ നീന്തി വരുന്നവയുടെ മൂക്കുകയറും ചുറ്റിപ്പിടിച്ച് കലക്കവെള്ളം ഇളക്കി മറിച്ച് 8ാമിടത്തിൽ ചവിരിയാല് പുണ്യാളൻ്റെ രൂപക്കൂട് നടകേറുന്ന പോലെ അതങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. അറുപ്പാൻ്റെ എരുമകൾ എൻ്റെ മൂക്കിൻ തുമ്പിൽ നാവ് നീട്ടി നക്കിയിട്ട് എന്നെ നോക്കി വിസ്തരിച്ചൊരു ചിരി. കടവിലെ ആണുങ്ങളുടെ ചിരി പോലെ. പേടിച്ച് ചാടി എഴുന്നേൽക്കുമ്പോൾ മുന്നിൽ ഇരുട്ട് മാത്രം. ഇരുമ്പ് കൊളുത്തുകൾ കാറ്റിലാടിക്കൊണ്ടിരുന്നു. എവിടെയോ ഒരു നത്തുമൂളി. ഞാൻ അപ്പൻ്റെ വാച്ചിൽ നോക്കി. നേരം 3:30 മണി. വെട്ടാൻ കൊണ്ടുവന്ന കത്തികൾ ഇറച്ചിക്കടയുടെ കമുകിൻ തട്ടയിൽ ചേടി വെച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറമ്പിൽ നിന്ന് അമ്മയുടെ ചീത്ത. പപ്പങ്ങയുടെ ചെനച്ച കായ്കൾ തടത്തിൽ ചിതറിക്കിടക്കുന്നത് നോക്കി തലയ്ക്ക് കയ്യും കൊടുത്ത് അമ്മ പരാഗി. വെട്ടിയവൻ്റെ നെറുകം തലയിൽ ആകാശക്കോടാലി വീരും. ഞാൻ തലയിൽ എണ്ണ തേച്ച് തോർത്തും സോപ്പും എടുത്ത് കടവിലേക്ക് മുങ്ങി. മുങ്ങി നിവരുമ്പോൾ കൺമുന്നിൽ ബ്രാല് നീന്തണ പോലെ ജോർജ്. ചക്കരെ, പിണങ്ങാതെ, ആ കൂത്തിച്ച് എന്നെ വിട്ടില്ലടാ. എൻ്റെ അരികിലേക്ക് നീന്തി കള്ളത്തീറ്റി തിന്ന രാത്രിയെക്കുറിച്ച് പൊലിപ്പിക്കുമ്പോൾ ജോർജ് തോർത്തിൻ്റെ ഇടയിൽ കൂടി കൈയിട്ടു. ഞാൻ ഒരു വെള്ളം വിഴുങ്ങിപ്പോയി. 2ാമത്തെ പീരീഡിൽ ഇരട്ട വരി ബുക്ക് തുറക്കുമ്പോൾ ചോര കണ്ട് കർമ്മലി ടീച്ചർ പേടിച്ചു. കയ്യോടെ പിടിച്ചു ഹെഡ്മാഷിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ കാലേ വീണു. ടീച്ചറെ, അത് പോത്തിൻ്റെ ചോരയാ. വീട്ടിലേക്ക് വാങ്ങിയ ഇറച്ചി സ്കൂൾ ബാഗിൽ അറിയാതെ വെച്ചപ്പോൾ പറ്റിയതാ. മാഷ് കട്ട പിടിച്ച ചോര മൂക്കോട് ചേർത്ത് മണപ്പിക്കുന്നത് കണ്ട് ടീച്ചർ അറപ്പോടെ മുഖം തിരിച്ചു. ഇവൻ പറയുന്നത് നേരാ ടീച്ചറെ, ഇത് പോത്തിൻ്റെ ചോര തന്നെയാ. ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന ടീച്ചർ കേൾക്കാൻ മാഷ് എന്നെ വരട്ടി. സത്യം പറ, ഇതെങ്ങനെ നിൻ്റെ ബുക്കിൽ വന്നു? നീ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അച്ഛൻ കിടപ്പിലാ മാഷേ, അമ്മയെ വിളിച്ചോണ്ട് വരാം. അടുത്താരുമില്ലെന്നുറപ്പാക്കിയിട്ട് മാഷ് സ്വരം താഴ്ത്തി. ഞാൻ ചുമ്മാ വിരട്ടിയതല്ലേ, നീ ഒരുത്തനെയും വിളിക്കേണ്ട.
ഉച്ച കഴിഞ്ഞ് NCC റൂമിലോട്ട് വാ, എൻ്റെ ഇടുപ്പെല്ലിനൊരു വേദന, ഇരട്ടകൾ തിരുമ്മിയാ മാറൂന്നാ. കരിക്കലു നേരത്ത് തുരുത്തിന് പടിഞ്ഞാറേ കുറ്റിയിൽ വലക്കാർ കമ്പി വലിക്കുമ്പോഴാണ് ജോർജ് ചീനപ്പാലത്തിലേക്ക് കയറി വന്നത്. ഞാനപ്പോൾ തള്ളക്കുറ്റിക്കടുത്ത് നിൽക്കുകയായിരുന്നു. നിനക്ക് പുതിയ കൂട്ടുകെട്ടൊക്കെ ആയോടാ? ഒന്നുമില്ല ചേട്ടാ, ഇവന്മാരിത്തിരി മീൻ തരും, എൻ്റെ കയ്യുമ്മേലെ മസിലിനിത്തിരി മുഴുപ്പും കിട്ടും. പങ്കു തരണ മീൻ നീ വാങ്ങിക്കോ, പക്ഷെ നിനക്ക് മസിലുണ്ടാവും. ജോർജ് അത് പറഞ്ഞിട്ട് വലക്കാരു കാണാതെ നടുവൊന്നിളക്കി. പിടിച്ചു നിന്നിട്ടും ഞാൻ നാണിച്ചു തൊലഞ്ഞുപോയി. വാടാ ചക്കരെ, കടവിൽ കുളിക്കാം. മാഷിൻ്റെ NCC പരേഡിൽ എൻ്റെ പുറം പൊളിഞ്ഞിരുന്നു. ഞാൻ കെഞ്ചി. മേലപ്പിടി നോവ്, സത്യമായിട്ടും ഇന്ന് എനിക്ക് വയ്യ. കമ്പയിൽ കെട്ടിയിട്ടിരുന്ന കല്ലുകൾ പൊന്തുമ്പോൾ കളുസാന്തിക്കപ്പുറം ചീനവല വെള്ളത്തിലൊഴുകുന്നത് നോക്കി കുറച്ചുനേരം നിന്നിട്ട് ജോർജ് തെറുപ്പ് ബീഡിയും കത്തിച്ച് കിഴക്കോട്ട് നടന്നുപോയി. ചീനവലക്കാർ പങ്കുതന്ന പൂളാൻ വെട്ടുമ്പോൾ അമ്മ പറഞ്ഞു, അവന് പൂളാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ കണ്ണാടി എടുത്ത് നോക്കി. എനിക്കും അവനും തമ്മിൽ ആകെയുള്ള വ്യത്യാസം ചെവിക്കു പിന്നിലെ കാക്കമറുകായിരുന്നു. മറുകു നോക്കാതെ ഞങ്ങൾ ഇരട്ടകളെ തിരിച്ചറിയാൻ അമ്മയ്ക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. രാത്രി മുളകും കോർക്കാപ്പുളിയും ഇട്ടു തിളപ്പിച്ച പൂളാൻ കറി ചോറിൽ കുഴച്ച് അപ്പന് വാരിക്കൊടുക്കുമ്പോൾ ജീവിച്ചിരുന്നേലവൻ 10 ഉശിരോടെ ജയിക്കുമെന്ന് ലെവിസ് പറഞ്ഞത് തന്നെ പിന്നെയും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. നേർത്ത ചൂടുവെള്ളത്തിൽ അപ്പൻ്റെ മോറും താടിയും തുടച്ച് ചായച്ച് കിടത്തി പുതപ്പിക്കുമ്പോൾ അമ്മയുടെ കണ്ണു നിറഞ്ഞു. രൂപത്തട്ടിലെ കെടാവിളക്കിൽ എണ്ണയൊഴിച്ചിട്ട് ദൈവദാസി ജോവാക്കി മദറിൻ്റെ പടത്തിന് മുന്നിൽ അമ്മയുടെ കണ്ണാക്കുയർന്നു. ജോവാക്കി അമ്മേ, എൻ്റെ മോനെ എന്തിനാണ് ജലപിശാചിന് വിട്ടുകൊടുത്തത്? രാത്രി രണ്ടുപേരും ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റു, ജനൽവടിയെടുത്തു മാറ്റി പുറത്തേക്കു ചാടി. കരിങ്കൽ ചിറയിലൂടെ നടന്ന് ഇറച്ചിക്കടയോടടുക്കുമ്പോൾ രൂപത്തട്ടിലെ കെടാവിളക്കിൽ എണ്ണയൊഴിച്ചിട്ട് ദൈവദാസി ജോവാക്കി മദറിൻ്റെ പടത്തിനു മുന്നിൽ അമ്മയുടെ കണ്ണാക്കുയർന്നു. ജോവാക്കി അമ്മേ, എൻ്റെ മോനെ എന്തിനാണ് ജലപിശാചിന് വിട്ടുകൊടുത്തത്? രാത്രി രണ്ടുപേരും ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റു, ജനൽവടിയെടുത്ത് മാറ്റി പുറത്തേക്ക് ചാടി. കരിങ്കൽ ചിറയിലൂടെ നടന്ന് ഇറച്ചിക്കടയോടടുക്കുമ്പോൾ പശുവിൻ്റെ അമറൽ. തീറ്റപ്പുല്ല് വളർന്നു നിൽക്കുന്ന പൊന്തയിൽ ഞാൻ മറഞ്ഞിരുന്നു. പശുവിൻ്റെ മൂക്കുകയറിൽ പിടിച്ചുകൊണ്ട് ചിറേന്ന് കയറിവന്ന ജോർജ് റാന്തല് മുളം തണ്ടേ തൂക്കിയിട്ടു. മുളവേലിക്കിടയിലേക്ക് പശുവിൻ്റെ കൊമ്പ് കടത്തി പിൻകാലുകൾ മുളംകുറ്റിയിൽ ചേർത്തു വരിഞ്ഞു കെട്ടി. വാറസോപ്പും ഇഞ്ചയും കൊണ്ട് ചാടാൻ പറ്റിയിടം തേച്ചു കഴുകിയതിന് ശേഷമുള്ള അയാളുടെ പരാക്രമം കണ്ടപ്പോൾ കൽക്കെട്ടിൽ ചാരി നിർത്തി കാതിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു, നിനക്ക് പശുവിൻ്റെ ചൂര. എല്ലാം കഴിഞ്ഞപ്പോൾ ജോർജ് അതിൻ്റെ മൂക്കുകയറിൽ നെടിയ കയർ കോർത്ത് കാലും കൈയും കൂടി കൂച്ചുവിലങ്ങിട്ടേച്ച് ഒറ്റ മറിക്കൽ. നിലംപറ്റെ വീണുപോയതിൻ്റെ ഒടുക്കത്തെ ഇടച്ചിലെന്നോണം പിൻകാലൊന്നു കുതറി. പെടല് ഉയർത്തിപ്പൊക്കിയ കയർ മുളംകുറ്റിയിലേക്ക് വലിച്ചു കെട്ടിയിട്ട് ജോർജ് കൈലിമുണ്ടെ കൈ തുടച്ചു കത്തിയെടുത്തു. മൂക്കുകയറും മോന്തയും കൂടി ചേർത്ത് വരിഞ്ഞു പോയതിനാൽ പശുവിൻ്റെ കണ്ണു തള്ളിയതല്ലാതെ ഒച്ചയൊന്നും പുറത്തേക്ക് വന്നില്ല. പപ്പങ്ങ വെട്ടാനെടുത്ത കത്തിയുടെ തിളക്കം വായുവിലൊരടയാളം കോറി. ചിറയിലെ വെള്ളത്തിലിറങ്ങി മുഖത്തേക്കു ചീറ്റിയ ചോര കഴുകിയിട്ട് ജോർജ് ചത്ത പശുവിനെ അഴിച്ചു താഴെ വിഴിച്ച പടുതയിൽ നിവർത്തി. അതിൻ്റെ കാലുകൾ ബോട്ട് കടവിലെ ഊന്നുകുറ്റുപോലെ വായുവിൽ ഉയർന്നു നിന്നു. കാലും മരവിച്ചിട്ട് ഞാൻ പൊന്തയിൽ നിന്ന് എഴുന്നേറ്റു. കടമാൻ പോത്തെ, നീ ഇരുട്ടിൽ പമ്മിയിരിക്കുമായിരുന്നോ? പേടിച്ചു പോയി ജോർജേട്ടാ. വിശ്വാസം വരാതെ എന്ന പോലെ ജോർജ് എന്നെ ഇത്തിരി നേരം നോക്കി. പിന്നെ അടങ്ങലം പൊക്കിയെടുത്ത് പശുവിനെ കെട്ടിയ പോലെ മുളവേലിയോട് ചേർത്തു. ഊരിയെടുത്ത് എൻ്റെ നിക്കറ് മുളംതണ്ടിൽ തൂക്കിയിട്ടിട്ട് വെള്ളമൊഴിച്ച് കഴുകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒച്ച തണുത്തു. എന്നെയും കൊല്ലാൻ പോകുവാണോ? അറുക്കാൻ പഠിക്കണതിന് മുന്നുള്ള ചടങ്ങാണ്. മിണ്ടാതെ നിന്നോ, ഇല്ലേ ഞാനിതിൽ മുറിച്ചെടുക്കും. ജോർജിൻ്റെ പിടുത്തവും കസർത്തും എനിക്ക് ഇക്കിളിയും വേദനയും ഒരുപോലെ കയറി. തളർന്നു പോയിട്ടയാൾ എന്നെ ചിറയിലെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ട് അമറി. കഴുകേട്ട് കയറിവാ എൻ്റെ പെണ്ണാച്ചി. വെള്ളത്തീന്ന് കയറുമ്പോൾ ജോർജ് എൻ്റെ കയ്യിൽ കത്തിയെടുത്തു തന്നു. മുന്നിൽ ചത്തുമലച്ചതെങ്കിലും ദേഹത്തെ ചൂടുമാറാത്ത ജീവി. വയറിനു താഴെ ഒന്ന് കീറി.
ഞാൻ ഒരു കൈകൊണ്ട് തോല് വലിച്ചു പിടിച്ചിട്ട് കത്തി തോലിനും മാംസത്തിനുമിടയിലൂടെ മെല്ലെ വരഞ്ഞു. എടാ കോപ്പേ, എന്തു പണ്ടാരായി കാണിക്കുന്നത്? എന്റെ കൈ പാളുന്നത് കണ്ട് ജോർജ് കത്തി വാങ്ങി. കണ്ട, ഇങ്ങനെ തോല് മാത്രമേ അടരാവൂ. ഞാൻ വീണ്ടും കത്തിയെടുത്തു. മൃഗത്തിന്റെ ചൂരും മാംസത്തിന്റെ ചൂടും. പണി തീരുമ്പോഴേക്കും എന്റെ ഊപ്പാടിളകി. ആദ്യമായിട്ട് എന്തു ചെയ്താലും അതിനൊരു വെപ്രാളവും പരവേശവും ആർക്കായാലും ഉണ്ടാകും. എന്നാലും നീ തകർത്തു. തോലുരിഞ്ഞു കഴിഞ്ഞ പശുവിനെ ജോർജ് കുറുകെ പിളർന്ന് ചങ്കും കരളും പതിരയും ചാണാവളയും വേർപെടുത്തി ഇരുമ്പ് കൊളുത്തിൽ തൂക്കാൻ തുടങ്ങി. കൊരവള്ളിയോടൊപ്പം തൂങ്ങിക്കിടന്ന പതിരേന്നും കരളീന്നും താഴെ വിരിച്ച പടുതയിലേക്ക് ചോര ഇറ്റിറ്റു വീണോണ്ടിരുന്നു. സത്യം പറ, ഇതൊക്കെ പഠിച്ചിട്ട് നിനക്കാരെ കാച്ചാനാ? ഞാനൊന്ന് പകച്ചു. അത് മറയ്ക്കാൻ കത്തിയൊരെണ്ണം കരിങ്കല്ലിൽ രാഗിയിട്ട് തള്ളവിരൽ കൊണ്ട് മൂർച്ച നോക്കി. ഒറ്റ കീറ് കീറട്ടെ ജോർജേട്ടാ. എന്റെ ഒച്ചയ്ക്ക് മൂർച്ച കുറവായിരുന്നുവെങ്കിലും അയാളൊന്ന് വരണ്ടുപോയി. തിരികെ മടങ്ങുമ്പോൾ ജോർജ് അറുമാദിച്ചിടത്ത് മുളകരച്ചു പുരട്ടിയ നേറ്റൽ. കടവിലിത്തിരി നേരം മുങ്ങിക്കിടക്കുമ്പോൾ സാന്തോംപുള്ളിയാളിന്റെ പള്ളിക്കുരിശിലേക്ക് ഒരു മേഘം പറന്നിറങ്ങി. കൊല്ലപ്പരീക്ഷ തീർന്ന രാത്രി ഞാൻ കണ്ണാടിയെടുത്തു. മുഖം പതുക്കെ ചരിച്ചു. ഇടംചെവിക്ക് താഴെ ഒരു കാക്കമുറുക് തെളിയുന്നത് കണ്ടു തുടങ്ങിയപ്പോൾ അവൻ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. നിനക്കീ ആണും പെണ്ണും കെട്ട ഏർപ്പാട് നിർത്തിക്കൂടെ? നിർത്താം. അതിനു മുന്നേ എനിക്കറിയണം നിന്നെ ആരാ കൊന്നതെന്ന്. ഞാൻ വെള്ളത്തില് മുങ്ങിച്ചത്തതല്ലേടാ. നീ നുണ പിന്നെയും എഴുന്നള്ളിക്കണ്ട. മരിപ്പ് കുളിപ്പിക്കുമ്പോൾ നിന്റെ പുറകീന്ന് ചോര വരുന്നുണ്ടായിരുന്നെന്ന് ജോർജാ പറഞ്ഞത്. ബലമായിട്ട് ചെയ്യുമ്പോഴേ അങ്ങനെ മുറിയുന്നത്. നോക്കിയിരിക്കെ അവന്റെ മുഖത്തൂടെ കണ്ണീരൊഴുകുന്നത് ഞാൻ കണ്ടു. എനിക്ക് അവന് ഒരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നി. ചുണ്ടടിപ്പിക്കുമ്പോൾ അവൻ എന്നെ തടസ്സപ്പെടുത്തി. ഈ വായ കൊണ്ട് മലിനപ്പെട്ടത് ചെയ്യുന്നത് നിർത്ത്. എന്നിട്ടു മതി നിന്റെ മുത്തം. എനിക്ക് ദേഷ്യം വന്നു. ആരാ നിന്നെ കൊന്നതെന്ന് പറ. ഞാനീ എരണം കെട്ട പണി നിർത്താം. നിനക്കറിയാമോ അതാരാണെന്നറിയാനാ ഞാനീ പുറം പൊളിയണ പണിക്കിപ്പോ നിന്നുകൊടുക്കുന്നത്. നീയും ഞാനും തമ്മിൽ 5 മിനിറ്റിന്റെ മൂപ്പിളപ്പമേയുള്ളൂ. നിനക്കയാളെ ഒന്നും ചെയ്യാനാവില്ല. നിന്നേലും കരുത്തനായിരുന്നിട്ടുകൂടി എന്നെ ഒറ്റ ഉന്തിനാ അയാൾ കമഴ്ത്തിയിട്ടത്. ഞാൻ എതിർത്തു. കുതറുമ്പോഴേക്ക് അയാൾ എന്നെ നിന്റെ പേരാ വിളിച്ചത്. അയാൾ അപ്പോഴെന്താ പറഞ്ഞത്? എടാ പെണ്ണാച്ചി, നീ എപ്പോഴും കിടന്നു തരുന്നതല്ലേ, ഇന്നെന്താണ് നിനക്കിത്ര ഞൊളപ്പെന്ന്? ഇരുട്ടില് നീയാണെന്ന് വിചാരിച്ചാണ് അയാൾ എന്നെ. എന്റെ കയ്യിലെ കണ്ണാടി വീണുടഞ്ഞു. ഉടഞ്ഞ കഷ്ണമെടുത്ത് ഞാൻ കാതിന് പിന്നിലേക്ക് ചരിച്ചു. മറുകില്ലാത്ത എന്റെ ചെവി. ഭിത്തിയിലൊട്ടിച്ചിരിക്കുന്ന ദൈവദാസി ജോവാക്കി മദറിന്റെ നെഞ്ചു തുളച്ച് ഒരു പഴുതാര പുറത്തേക്ക് വന്നു. വെളുപ്പിനെ ജോർജ് എരുമയെ കൊല്ലാൻ കത്തിയോങ്ങുമ്പോൾ ഞാൻ കേറി വട്ടം വീണു. ഇങ്ങ് താ, ഞാൻ വെട്ടാം. ഇത് കോഴിയല്ല, എരുമയാ. നീ കോപ്പ് ചെയ്യും. കളിക്കാതെ മുന്നീന്ന് മാറടാ. ഞാൻ ഇറച്ചിത്തട്ടയിലിരുന്ന നീളൻ കത്തിയെടുത്ത് ജോർജ് എന്തെങ്കിലും പറയുന്നതിനു മുന്നേ തലങ്ങും വിലങ്ങും വെട്ടി. കലി തീരാതെ വേർപെട്ട എരുമയുടെ ശിരസിൽ വീണ്ടും വെട്ടുമ്പോൾ അയാൾ എന്നെ വട്ടം പിടിച്ച് പടുതയിൽ മലർത്തിക്കിടത്തി. ബീഡിപ്പുകയുടെ നാറ്റം എന്റെ മുഖം. ജോർജെ, സ്നേഹം നോക്കുമ്പോൾ ഈ തുരുത്തിൽ എന്നെ പെണ്ണാച്ചിന്ന് വിളിക്കുന്ന 2 പേരേ ഉള്ളൂ. അതിലൊരാൾ നിങ്ങളാ. നീയല്ലേ അതിനെ കീറിയിരുന്നു? എന്റെ കത്തി അയാളുടെ കൊരവള്ളിയിൽ നിൽക്കുന്നു. നീ എന്നാ പോക്കായി പറയുന്നത്? ഞാനാണത് ചെയ്തതെങ്കിൽ ശവം കുളിപ്പിക്കുമ്പോൾ അവന്റെ മറ്റടം പിളർന്ന് ചോര കണ്ട കാര്യം നിന്നോട് പറയുമായിരുന്നു. ഉടഞ്ഞുപോയ കണ്ണാടി ചോർത്തിവെച്ച് ഞാൻ വെളുത്തുവോളം കാപ്പിലേക്ക് അവൻ വന്നില്ല. ജോർജ് നിഷേധിച്ചെങ്കിലും എനിക്കത് അവന്റെ വായിൽ നിന്ന് കേട്ട് ഇന്നുവരെ ഉറപ്പിക്കണമായിരുന്നു. ജനൽ വഴി അഴിച്ചുവെച്ച് മുറ്റത്തേക്ക് ചാടി തിരയിലൂടെ നടക്കുമ്പോൾ എഴുതുന്നതില്ലാത്ത കുരുതല. ചരടിൽ കെട്ടി അരയിൽ തൂക്കിയിട്ടിരുന്ന ജോർജിന്റെ അപകത്തി മറയ്ക്കാൻ ഞാൻ കൈലിമുണ്ട് അല്പം കൂടി താത്തിയെടുത്തു.
മതിൽ ചാടുമ്പോൾ ദുഃഖവെള്ളിയാഴ്ചത്തേക്കു വേണ്ടി മരപ്പലകയിലുണ്ടാക്കിയ കറുത്ത ശവക്കല്ലറ കുശിനിയുടെ പിന്നാമ്പുറത്ത് പിളർന്നു കിടന്നു. പിരിയൻ കോവേണി കയറി മുകളിൽ ചെല്ലുമ്പോൾ മുറിയിൽ നിന്ന് കൂർക്കം വലി. ഞാൻ വാതിലിൽ മുട്ടി. ലൈറ്റ് തെളിഞ്ഞു. തുറന്ന വാതിലിനു മുന്നിൽ നീണ്ട കുപ്പായം വാരിച്ചുറ്റി ഇപ്പം പെടുക്കുമെന്ന നിലയിലുള്ള ഉറക്കച്ചടവിലെ നിൽപ്പ്. പഴകിയ വീഞ്ഞിന്റെ എരപ്പുമണം. തോളറ്റം വളർന്നു കിടക്കുന്ന നരകേറി തുടങ്ങിയ ചുരുളൻ മുടി പിന്നിലേക്കിട്ടുമ്പോൾ പതിഞ്ഞ സ്വരത്തിൽ അരൂപി ഇളകി. എടാ പെണ്ണാച്ചി, നീ ആയിരുന്നോ? വാ കേറ്. ലൈറ്റ് അണച്ചോ? എനിക്ക് നാണാവും. നിനക്കെന്താ പതിവില്ലാത്തൊരു നാണം? ലൈറ്റ് അണഞ്ഞു. മുണ്ടുമാറ്റുമ്പോൾ ഇരുട്ടിൽ കൈ അകലത്തിൽ തന്നെ കത്തി ഞാൻ ഉറപ്പുവരുത്തിയിരുന്നു. നിന്നെ നഗരി കാണിക്കലിനും പാസ്കൽ രൂപം മുത്തുന്നതിനും കണ്ടില്ലല്ലോ. വന്നിട്ട് കാര്യമില്ലായിരുന്നടാ. കുശിനി വരെ ജനത്തിരക്കുണ്ടായിരുന്നു. ഞാൻ ഇടതുകൈ അയാളുടെ പിൻകഴുത്തിലെ നീണ്ട മുടിയിഴകളിലൂടെ കടത്തി ചുറ്റിയൊന്നു പിടിച്ചു. കൽക്കെട്ടിലെ ചേറിലേക്ക് നിങ്ങളവനെ ചവിട്ടിത്താഴ്ത്തുമ്പോ അവന് ജീവനുണ്ടായിരുന്നു. താഴെക്കൂടി കയറിയ ജോർജിന്റെ കത്തി വയറിനുള്ളിലൂടെ മുകളിലേക്ക് പാഞ്ഞ് 6-ാം വാരിയെല്ലിൽ മുട്ടിനിന്നു. മരണവെപ്രാളത്തിൽ അയാളുടെ കൈക്കുള്ളിൽ അമർന്നുപോയത് വേർപെടുത്തുമ്പോൾ ഞാൻ അറിയാതെ മുള്ളിപ്പോയി. കത്തി വലിച്ചൂരിയെടുത്ത് മേത്തോട്ട് ചേർന്ന് കിടന്ന തടിച്ച ശരീരം തറയിലേക്ക് മറിച്ചിടുമ്പോൾ വെള്ളത്തിനടിയിന്ന് പൊങ്ങിയ പോലെ ഞാനൊന്നാഞ്ഞു ശ്വാസമെടുത്തു. പിയാത്ത രൂപത്തിന് മുന്നിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി. പശുവിനെ ഉഴിഞ്ഞ പോലെ ഞാൻ തോലുഴിയുമ്പോൾ അത് കാണാൻ ത്രാണിയില്ലാതെ അൾത്താരയിലെ വിശുദ്ധ രൂപങ്ങളുടെ തല കുമ്പിട്ടുപോയി. തോലൽപ്പം പോലും മുറിയാതെ മാംസത്തിൽ നിന്ന് തൊലി മുഴുവൻ വേർപെടുത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അടിവയറ് നെടുകെ പിളർന്നു. മുറിച്ചെടുത്തവ പാസ്കൽ രൂപത്തിൽ നേർച്ചയായി ഇട്ടിരുന്ന സാറ്റിൻ തുണിയിൽ പൊതിഞ്ഞു. ജോവാക്കിയമ്മയെ അടക്കം ചെയ്ത കല്ലറയുടെ ഇരുമ്പുകൊളുത്ത് പിടിച്ചുയർത്തി. പൊതികൾ മദറിന്റെ കുഴിമാടത്തിലേക്ക് തള്ളുമ്പോൾ ഞാൻ ആളുകളുടെ ലുത്തിനിയ വീണ്ടും കേട്ടു. എനിക്കൊരു കിലോ കീമ, ഇമ്മിണി നെയ് കുറച്ച്, 1.5 കിലോ എല്ലില്ലാത്തത്. കൊടല് തീർന്നാ? ഇതെന്ത് പണ്ടാരാ വെട്ടിനുറുക്കണത്? നെഞ്ചിറച്ചീന്ന് മതി. കുഴിമാടത്തിലേക്കിടുന്നതിനു മുമ്പ് താടിയും നീണ്ട മുടിയും ഉഴിഞ്ഞുമാറ്റിയ തലയിൽ കലിപ്പ് തീരാതെ ഞാൻ ഒന്നുകൂടി വെട്ടി. അന്ത്യനാളുകളിൽ ശ്വാസം കിട്ടാതെ കാസവലിയുമായി 40 രാവും 40 പകലും ഒരേ കിടപ്പ് കിടന്നിട്ടാണ് അറുപ്പാൻ ജോർജ് മരിച്ചത്. വാഴ്ത്തപ്പെട്ട മദർ ജോവാക്കിയമ്മയുടെ കുഴിമാടം തുറന്നുള്ള ശുശ്രൂഷകൾ നടക്കേണ്ട ദിവസമായതിനാൽ ജോർജിന്റെ ശവം വിദേശത്തുനിന്നു മകൾ വരുന്നതുവരെ കാത്തുവെക്കാതെ നട്ട വെയിലത്തടക്കി. പശുക്കളെ അറുത്തതിന്റെ ശാപം മാറാൻ കൂട് തുറന്നൊരു പാട്ടുകുർബാന പുതുതായി വന്ന അച്ഛനെക്കൊണ്ട് വീട്ടുകാർ പ്രത്യേകം ചൊല്ലിച്ചു. അറുപ്പാനെ അടക്കിയ അന്ന് പിതാക്കന്മാരെ സ്വീകരിക്കാനുള്ള മുത്തുകുടയ്ക്കു വേണ്ടി പള്ളിമേടയിലെ അടച്ചിട്ട മുറിയുടെ താഴ് പുത്തനച്ഛൻ തല്ലിപ്പൊളിക്കാൻ പറയുമ്പോൾ അസ്തേന്തി വിറച്ചു. ഒറ്റ രാത്രി കൊണ്ട് ഒരാളെ കാണാതായ മുറിയാ. എന്താ പറ്റിയതെന്ന് ഇന്നും ആർക്കും അറിയില്ല. അത് തുറക്കണ്ടച്ച. പിതാക്കന്മാരുടെ പൊന്തിഫിക്കൽ ബലിക്ക് ശേഷം മദറിന്റെ കബറിടം തുറന്ന് തിരുശേഷിപ്പുകൾ പുറത്തെടുക്കുന്നതിന്റെ ഗ്ലോറിയ പള്ളിയിൽ നിന്നുയരുമ്പോൾ ഞാൻ കണ്ണാടിയെടുത്തു ചെവിക്ക് പിന്നിലേക്ക് ചെരിച്ചു നോക്കി. ഏറെക്കാലത്തിനു ശേഷം വീണ്ടും അവന്റെ കാക്കമറുകു തെളിയുന്നു. അവൻ എന്നോട് ചോദിച്ചു, നീ പള്ളിയിൽ പോണില്ലേ? പോണോ? നമുക്കൊരുമിച്ചു പോകാം. അവനെന്റെ തഴമ്പു നിറഞ്ഞ കൈ പിടിച്ചു നടന്നു. പള്ളിയുടെ മൊണ്ടളത്തിലേക്ക് കയറുമ്പോൾ പൊക്കിക്കുത്തിയ എന്റെ ഒറ്റമുണ്ട് താത്തിയിട്ടിട്ട് അവൻ സ്വരം താഴ്ത്തി, ഇത് പള്ളിനടയാ. വീഞ്ഞിന്റെയും സൈത്തിന്റെയും കൂടിക്കുഴഞ്ഞൊരു ഗന്ധം എന്റെ മൂക്കിലേക്കിരച്ചു. അറുപ്പാന്റെ ഇറച്ചിക്കടയിലെ തിരക്കുപോലെ സാറ്റിൻ തുണിയിൽ പൊതിഞ്ഞ മദറിന്റെ തിരുശേഷിപ്പ് മുത്തുവാനുള്ള വിശ്വാസികളുടെ നീണ്ട നിര പള്ളിമുറ്റം കടന്ന് പൊതുനിരത്തിലേക്ക് നീണ്ടുകൊണ്ടിരുന്നു. നമസ്കാരം. ഫ്രാൻസിസ് നൊറോണയുടെ കഥ പെണ്ണാച്ചി വായിച്ചവതരിപ്പിക്കുന്നത് ഡോക്ടർ മഹാലക്ഷ്മി പി. ജെ, ഗസ്റ്റ് അധ്യാപിക, മലയാള വിഭാഗം,
ശ്രീനാരായണ കോളേജ്, കൊല്ലം.